ഹലോ ഗൂയ്സ്, അപ്പോൾ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശിവരാത്രിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരു അമ്പലം. എന്താ അമ്പലത്തിൻ്റെ പേര്? തൃക്കടമണ്ണ എന്ന് പറഞ്ഞ അമ്പലമാണ് തോന്നുന്നു. മുക്കത്തുള്ള ശിവക്ഷേത്രമാണ്. എന്താ അപ്പാ ഇഞ്ചു അറിയാം, അമ്മ കേൾക്കും അമ്മനോട് പറഞ്ഞതാ. അമ്മ ചീത്ത വിചാരിച്ചു ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. കൈക്ക് വയ്യല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് വരും, അവരെ കൂടെ പോകും. അപ്പം അവിടുത്തെ വിശേഷം എന്താണ്? ഞങ്ങളിതുവരെ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. എന്താണ് അവിടുത്തെ അടിപൊളി പരിപാടിയാണോ? പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമല്ലോ ശിവരാത്രി. അപ്പോൾ എങ്ങനെയാണ്? അമ്പലമാണ്, ഒരു പുഴൻ്റെ നടുവിലാണ് അമ്പലം എന്ന് പറയുന്നിട്ട്. തീരത്താണോ നടുവിലാണ് അങ്ങനെയൊക്കെ പറയുന്നിട്ട്. എന്താണ് സംഭവം എന്നൊക്കെ പോയി നോക്കട്ടെ. ഞങ്ങൾ അതിനാണ് കാര്യമായിട്ട് പോകുന്നത്, അമ്പലം കാണാൻ. അപ്പം ഗൈസ് അമ്പലം കാണുന്നു, പിന്നെ അവിടെയുള്ള ഫ്രണ്ട്സിനൊക്കെ കാണുകയാണെങ്കിൽ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക. അപ്പം ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങല്ലേ ചേട്ടാ? ഓനിതാ ഞാൻ റെഡിയായി. ഇനി കസിനെ വെയിറ്റ് ചെയ്യണം, അവൻ വന്നിട്ട് ഞങ്ങൾ നേരെ വിടും ഗൈസ്. നമ്മൾ ആ മുക്കത്ത് എത്തിക്കിട്ടാ. ഫ്രണ്ട് പോകുന്ന ആളാട്ടോ നമ്മളെ ഇവിടെ. ആ ദോസ്ത് ഫുള്ള് പരിപാടി. എനിക്ക് ഒന്ന് എഴുന്നള്ളത്ത് പോയി, ഫുൾ പേപ്പർ ഗംഭീര പരിപാടിയാണ്. ഗായ്സ് ഇതാ ഓടി ഒളിച്ച് ഗൈസ്. ഈ കുരുപ്പിനെ കാണാനാട്ടോ വന്ന്. മുതല് ഇവിടെ റോഡ് ഫുള്ള് ഇതാ ഗൈസ്. ഇതാ ഫുള്ള് ഇല്ലല്ല ഫുൾ പൊളിയാട്ടോ ഗൈസ്. പേപ്പർ മറ്റേ സാധനം എങ്ങനെ ടച്ചിനെ പൊളിയല്ലേ? ഈ സംഭവം പരിപാടി കേറിയില്ല, നമ്മളെയൊക്കെ തന്നെ കളറാണ്. ഇനിയിപ്പോ അടത്തി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നൈസായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മുക്കത്ത്. നമ്മളെ പിള്ളേരും കൂടെ സെറ്റാണ്. അടിപൊളി. ഒരു ദേശ തീ കൊണ്ടുള്ള കളി ഗൈസ്. നോക്ക് ഗൈസ്, ഫുൾ പവറാട്ടോ ഇവിടെ. മുക്കം ഒരു രക്ഷയില്ല. ചെറിയ കുട്ടികളാട്ടോ ഗൈസ്. ഗൈസ് ഇതെന്താ കാണുന്ന ഗൈസ്? ഫുൾ പവർ. വൈബ് അടിച്ച ഒരു ഉത്സവത്തിന് ഞങ്ങൾ പോയില്ല. അടിപൊളിയിട്ടാ. ഇത് ചെറുതാണോ അല്ലേ? ഇത് സാമ്പിൾ ആണോ അല്ലേ? സാമ്പിൾ ആണല്ലേ, ഇനിയും വരാണ്ട് എന്നാ പറഞ്ഞു. പോയി നോക്കാം ഗൈസ്. അതാണ് കേട്ടോ അമ്പലം. അതാ ലൈറ്റ് കാണുന്നത്. പോയെത്തിയിലെത്തി. വരവെത്തിയില്ല, ഭയങ്കര കൗട. ഞങ്ങൾ പിന്നെ ഇവൻ ഞങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ വന്നതാണ്. വ്യൂ കിട്ടി. ഫുള്ള് തിരക്കായിരിക്കും അല്ലേ? ലൈറ്റ് അടിക്കണം. ആ സൈഡിൽ നിന്ന് വേറെ വരവ് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ അങ്ങോട്ടേക്ക് ഫുള്ള് ആൾക്കാരായിട്ടോ, ഒരു രക്ഷയില്ല. ഫുള്ള് ജന ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര വൈബ് കിട്ടും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ ഇത് കണ്ടില്ലേ, ഈ നള്ളത്തിൻ്റെ ഇത് ഇനി അതിലും വലുതുണ്ടല്ലോ കാണാൻ. മുന്നിൽ പറഞ്ഞതാണ്. പിന്നെ വെടിക്കെട്ടും ഉണ്ട് 4 മണിക്കിട്ട്. പക്ഷെ അന്ന് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ നേരത്തെ പോയി. എന്നാൽ കൈക്ക് ചെറിയ പിള്ളേർ വിളിച്ചാൽ കൊണ്ട് വന്നതാണ്. ടൗണ് മൊത്തം ബ്ലോക്ക്. അത് എങ്ങോട്ട് പോകും? ഇവിടെയൊക്കെ ആൾ എത്തുന്നേ ഉള്ളൂ. ഒരു അടിപൊളി പരിപാടിയല്ലേ പക്ഷേ വൈബ് അടിച്ചിട്ട്. സത്യം പറയാം, ഞങ്ങൾ എത്ര ആ വരവ് അവിടെ എത്തിയിട്ടേ ഉള്ളൂ, എത്തുന്നേ ഉള്ളൂ. സെറ്റാട്ടാ. ഇനിയിപ്പോൾ അമ്പലത്തിന് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. എന്താണ് അവസ്ഥ അവിടെ പോയാൽ മനസ്സിലാവും. 2-3 ആളെ ഫ്രണ്ട്സ് വരാണ്ട് അവരെ വെയിറ്റ് ചെയ്യാം. അവർ വന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇത്രയും ജനം, കാരണം ഇതൊരു 3 കൂടി മുക്കാം. മീൻസ് ഒരു വളവാണ്, റൗണ്ട് അബൌട്ടാണ്. ആ റൗണ്ട് അബൌട്ട് മൊത്തം ആൾക്കാർ കൂടി. ഇനിയിപ്പോൾ ആ വരവ് ഇവിടെ വരണം. ഇനിയിപ്പോൾ വേറൊരു വരവ് വരുന്നുണ്ട്, അതും ഇങ്ങോട്ട് വന്ന് എല്ലാം കൂടി യോജിച്ചിട്ടല്ല സെപ്പറേറ്റ് ആകാൻ തോന്നുന്നില്ല. ബ്ലോക്കാന്ന് നമ്മൾ പറഞ്ഞൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ അറിയുന്നൊക്കെ ഉണ്ട്. ഇതിലും വലിയ സന്തോഷം വേറെ. അയ്യോക്കെ അശ്വിനി ഞങ്ങൾ 3 ആളും പ്യുവർ വൈറ്റിലാക്കാം. എന്താ എന്താ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വെള്ളരിപ്രാവുകളാണ്. എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിയുമ്പോഴേക്ക് സമാധാനം ശാന്തിയൊക്കെ മാറി റെഡാവും ലൈഫ്. അത്രയും കോലം കിടും. എന്തായാലും നോക്കാം, വിശേഷങ്ങളൊക്കെ. അപ്പോൾ അവർ വരട്ടെ. അവർ വന്നിട്ട് ഞങ്ങൾ ക്രൗഡിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. മുക്കത്ത് ഞങ്ങൾ ഇതുവരെ ഒരു രാത്രി ഒരു പ്രോഗ്രാം വന്നിട്ടില്ല. ഒരു തിയേറ്ററിൽ സിനിമ പോലും വന്നില്ല. ആ ഫസ്റ്റ് ടൈം ഇവിടെ ക്ഷേത്രത്തിലേക്ക് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം. എന്റെ മകല്ലേ ആരാന്ന് മനസ്സിലായ മുക്കത്തെ ചിരിക്കൊടുക്ക. ഈ സ്പോട്ടിൽ എന്തായാലും ഇത് നമ്മളെ സിൻഡിക്കേറ്റ് വച്ചമാരാണ്. ഇവിടുത്തെ സിൻഡിക്കേറ്റ് മച്ചന്മാരാണ് കേട്ടോ. ആ കൈ മാറ്റിക്കോ, കണ്ട് മുഖം കണ്ടു കഴിഞ്ഞു. ഞങ്ങളെല്ലാരേ ഫുള്ള് ഉത്സവ പവറിലാണ് കേട്ടോ. ഇനിയാണ് ഞങ്ങൾ പരിപാടി ഉള്ളത്. വീഡിയോ മാത്രം ഫുൾ പവറാട്ടോ കൈസ് ഇവിടെ. ഫുൾ പവറാ കൈ. മൂത്ത കൈ. രണ്ട് വൈബ് അടിക്കണം. ഫുൾ പവറാണ് ഗൈസ്.
മുക്കം പൊളി ഗൈസ്. പൊളി ഗൈസ്. ഇങ്ങോട്ട് വരികട്ടാ. എന്താണ് മനസ്സ് തുടിക്കുന്നല്ലേ കളിക്കാൻ? സത്യം പറയും, മനസ്സ് തുടിക്കുന്നല്ലേ? ഇതൊക്കെ സന്തോഷം. മോശം ഞങ്ങൾ ഫ്രണ്ടിലേ പോകെ. ഗൈസ് ഇവിടുന്ന് പരിചയപ്പെട്ടാ. പൊളി ഗൈസ്. പൊളി ഗൈസ്. ഗൈസ് പൊളി ഗൈസ്. ഇവിടെ വഴങ്ങി ഗൈസ്. ഒരുപാട് പേര് അറിഞ്ഞു, സംസാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഡാൻസിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റിയില്ല ആരോടും. ഗംഭീര ഡാൻസാണ്. ഭയങ്കര ഫുൾ പവർ കേട്ടോ. മുക്കം മൊത്തം കളറാണ് ഗൈസ്. മുക്കം ഫുൾ പവറാണ്. കവാടം കയറുകയാണ്. മുക്കത്തിൽ പറഞ്ഞു ഇനി വരും. എങ്ങനെ പോവാണ് ഒരു രക്ഷല്ല കാഴ്ച. ഡാൻസ് കളിച്ച് എന്നെ പോയിട്ട് എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ കുടുങ്ങിയില്ല. കുളിച്ചതാ. ഇനി കുളിക്കാൻ ബാക്കിയില്ല. ഇനി വേറെ ഓപ്ഷൻ ഇല്ല, ചോദിക്കൂല. ഭക്തജനങ്ങളെ നൂറ്റാണ്ടുകളായി ശിവശിലയിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ കൊടിയേറ്റം മുതൽ ഉത്സവനാളിലെ മഹാഘോഷയാത്ര അമ്പലത്തിലേക്ക് പോയിക്കൊണ്ട് ഫുള്ള് വിഗ്രഹവും കാര്യങ്ങളും. ഭയങ്കര ക്രൗഡാണ്. വരവ് വേക്കൽ വരുന്നേ ഉള്ളൂ. നാല് നനഞ്ഞ് കുളിച്ച് ഫുള്ള് സെറ്റ്. ഞങ്ങൾ ബ്ലാക്ക് കോസ്റ്റ്യൂം ഉണ്ടെന്ന് വിചാരിച്ചാൽ മാറ്റിയതാ, വൈറ്റ് ആക്കി. എടുക്കും, ഫുള്ളെടുക്കും. അവൻ്റെ കളറൊക്കെ ഇവന്മാർക്ക് ബോഡിഗാർഡായിട്ടാ ഞങ്ങൾ നടക്കണേ. ഇവന്മാർക്ക് വല്ലാത്ത കഷ്ടാട്ടോ. ഇവര് വന്നിട്ട് മതി നിർത്തി വീട്ടിൽ പോണെന്ന് അവര് പറയുന്നത്. നീ കൊണ്ടുപോകല്ലേ? സംഭവം മുക്കം വരെ പൊളിയാട്ടോ. ഇവര് രണ്ടാളും ഇവരെ അറിയാത്തവരില്ല കൈ. ഞങ്ങളെക്കാട് ആരാധികന്മാരെ അവർക്കുണ്ട. ആരാധികന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കൈ. അമ്പലെത്തിയോ? അടിയൊന്നും വാങ്ങൂല.
പുറത്തായിരുന്നു നമ്മളെ ആ കാര്യങ്ങളൊക്കെ നമ്മള് അമ്പലത്തായോ 2 മണിക്കൂറായിരിക്കും ചിലപ്പോ എത്തിട്ടോ. തിരക്ക്. ഇത്രയും ക്രൗഡ് ഞങ്ങൾ കണ്ടില്ല. ഫുൾ സെറ്റ്. കവാടം കവാടത്തിൽ ബ്ലോക്ക് ആവണ്ട ഫുള്ളിതാ പോയുടെ തീരെ പൊളി പൊളി പൊളി. ഇത്രയും ജനങ്ങളെ കണ്ടില്ല. ഞങ്ങൾ പാലം കയറി കേട്ടോ ഗൈസ്. പുഴയുടെ തീരത്തുള്ള പുഴയുടെ സെൻട്രലുള്ള അമ്പലത്തിലേക്ക് പോവാം. പുഴ എക്സ്ട്രാ പാലിട്ടതാ അല്ലേ? ഫുൾ സെറ്റ് ഗൈസ്. ശിവനും പാർവതിയും ഗൈസ്. ഫുള്ള് വെള്ളം കയറും അല്ലേ? ഫുള്ള് പൊളി ഗൈസ്. പാർവതിയാണ് ഗൈസ്. ഞാനും വരും സതിയുടെ ഭയങ്കര ഫാനാണ്. പാർവതിനെക്കാളും സതീദേവിയുടെ ഫാനാണ്. പാർവതിയല്ല സതീദേവി കേട്ടോ ഗൈസ്. ഫുള്ളിതാ ക്രൗഡാണ്. ശിവനതാ അവിടെ ഗൈസ്. പൊളി പൊളി. ഇനി നമ്മൾ നല്ല ഇതിലും വലിയ തിരക്കിലേക്കാണ് പോകുന്നത്. ഫുള്ള് ക്രൗഡ്. ഈ ക്രൗഡിന്റെ ഇടയിലേക്ക് പോവാ ഗൈസ്. ഫുൾ ക്രൗഡാണ്. കണ്ടാ മനസ്സിലാവോ? അമ്മന്നല്ലേ സന്ദർഭം അമ്മന്നല്ലേ? ഫുള്ള് മണലാണ്. ഇതൊക്കെ വെള്ളം കയറാണ്ട് ഇവിടെ സ്ഥലമാട്ടോ. രക്ഷയില്ല. അവിടെ ഫുഡൊക്കെ അവിടെ സെറ്റാ. ഫുഡ് പാടാൻ നമ്മൾ മൈക്ക് എടുത്താലോ പോയി നോക്കാം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് എന്താണ് രണ്ട് സൈഡ് ഫുൾ കട. തളർന്നു ഗൈസ്. ക്ഷീണിച്ചു ഗൈസ്. ഫുള്ള് പോയത് കേട്ടോ. ഞങ്ങളിതാ ബ്രെഡ് ഓംലേറ്റ് ഇതാ ഇവരിവിടെ വന്നിട്ട് ഫുള്ള് ചെലവ് ഇവര് വകാണെന്ന് പറഞ്ഞു. ബ്രെഡ് ഓംലേറ്റ് എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താ സംഭവം? വീട്ടിലേ വന്ന നല്ല AC ഇട്ട റൂമുണ്ട്. ഞാൻ നയിച്ചുണ്ടാക്കിയ AC ഉണ്ട്. AC-യിലാണ് യാത്ര. ചേട്ടൻ എന്താ ഓംലേറ്റ് അടിച്ചോണ്ടിരിക്കുന്നത്. അത് അടിച്ചിട്ട് എല്ലാവരും പോകണം. ഫുൾ വൈബ് ഗൈസ്. ഫുള്ള് തിരക്കാട്ടോ. ഗ്രൗണ്ട് ഫുള്ള്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വൈബ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല.
ഞാൻ അവൻ്റെ കുട്ടീനോട് ചാറ്റ് ചെയ്ത് നോക്കുക. വെറുതെ പറയാം 4 കുട്ടികളുണ്ട്. മഞ്ജു, ചിഞ്ചു, കുഞ്ചു, രഞ്ജു. എന്താ ലുക്ക് ചെക്ക്? എന്താ രമ്യ നമ്പീഷൻ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. പൈസ അവിടെ കൊടുക്കുന്നു. ഓർഡർ ചെയ്ത് തന്നു. ഇനി നേരെ വീട്ടിലേക്കും പോലെ കുറച്ച് കഴിഞ്ഞിട്ടേ പോകും. മൂസവനെയും കൂടി ഇന്ന് മുടിപ്പിക്കുകയാണ്. ഫുൾ ക്രൗഡാണ്. ഞങ്ങൾ നമ്മളെല്ലാം ഇപ്പം ഇറങ്ങും. ഇവിടുന്ന് മര്യാദയ്ക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയാൽ ഞങ്ങൾക്കേ ഓർമ്മയുള്ളൂ. ഇവിടെ ഉണ്ടായും കുടുങ്ങിപ്പോയി. ഇപ്പം പൊട്ടുട്ടോ വെടിക്കെട്ട്. ഇത്രയും ക്രൗഡ് ഞങ്ങൾ കണ്ടില്ല. അത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രോഗ്രാമിന് വന്നത്. ഇത്രയും മുക്കത്ത് ഇത്രയും ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഗംഭീർ. ഇതൊന്നല്ല ഗൈസ്, ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയാൽ ഞങ്ങൾക്കേ അറിയില്ല. ഫുള്ള് അവിടെ ഒക്കെ ക്രൗഡാണ്. ഇത് ഞങ്ങളൊരു പുഴയുടെ സെൻറ്ററിലാട്ടതാ. വേനൽക്കാലമായിട്ടാണ് ഇവിടേക്ക് വെള്ളമില്ലാത്തത്. ഫുള്ള് ക്രൗഡ് ഉണ്ടതാ. ഗൈസ് നമ്മളെ ഫോളോവർ അല്ല കേട്ടോ, നമ്മളെ അനിയനാട്ടാ. വരാ സെറ്റല്ലേ ഗൈസ്? വെടിക്കെട്ട് ഫസ്റ്റ്. ഓ നമ ശിവായ. ഓ നമ ശിവായ ഗൈസ്. പൊളി പൊളി. കൊട ഗൈസ്. വെള്ളത്തിൽ പോയി ഗൈസ്. അതാണ് വൈബ്.
രാവിലെ ഉണ്ടാകുന്ന വെടിക്കെട്ട് ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇപ്പം കാണാൻ പറ്റി കൈ. നമ്മളെ പിള്ളേര് മുക്കം പിള്ളേര് കൈ. അച്ഛൻ എന്താ ഡീസന്റ് നിൽക്കുന്നത്. ഞങ്ങൾ മെല്ലനെ ഇറങ്ങും. ഈ വെടിക്കെട്ടും കൂടി കഴിഞ്ഞാൽ മെല്ലനെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഒരുപാട് സന്തോഷം. ബാക്കി ഞങ്ങൾക്ക് റോഡുമിലെത്തിയിട്ട് പറയാം പിള്ളേരെയും കൊണ്ട്. ഇറങ്ങുന്നതിൻ്റെ 100 ഇരട്ടി ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് ക്ഷീണിച്ച് ഗൈസ്. മുക്കം പൊളി വൈബ്, ഒരു രക്ഷയില്ല, അടിപൊളി. പിള്ളേരുണ്ടായതുകൊണ്ട് വേറെ പൊളി മുക്കം. ഇനിയിപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലുണ്ട്, ചിലപ്പോൾ നാട്ടിലേക്ക് പോകും നോക്കാം. പക്ഷെ എന്നാലും അത്ര വിഷമം ഇറങ്ങിയില്ല. ഡാൻസ് കളിച്ചിട്ട് അതിനത്ര വിഷമം ഇറങ്ങിയില്ല. ഭയങ്കര പൊളി. ഇവരാണ് നമുക്ക് ഇടവും വരവും നിന്ന് എല്ലാം കൊണ്ടും ഒന്നിനൊരു കുറവുമില്ലായിരുന്നു ഇവിടെ. അടിച്ചതൊക്കെ ഇവിടെ പോയി ഗൈസ്, വൈബാക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് നടത്തുക. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഫുള്ള് തുള്ളിയായില്ലേ മൂസ്, ഫുള്ള് വൈബായിട്ടായി. പക്ഷെ അങ്ങോട്ട് ഇനിയിപ്പോൾ നമ്മൾ നടക്കണം. ഇനിയിപ്പോ വീട്ടിലെപ്പോഴെത്തുക, അറിയില്ല. അപ്പൊ നമ്മള് റോഡ് മേലെത്തി. ഇനി വീട്ടിലേക്ക് പോവാണ്. ബാക്കിൽ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ തന്നെ ഈവനിങ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ലവ് യു ഗുയ്സ്. മുക്കത്തേരോട് പ്രത്യേകം ഒരു സ്നേഹം, കാരണം അത്രത്തോളം, കാരണം ഞങ്ങൾ കൂടുതലും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഒരുപാട് മുക്കത്തേരെ സ്നേഹം, കാരണം ഞങ്ങൾ ഡാൻസ് കളിച്ച് ആ സോങ്ങിൻ്റെ പിന്നാലെ വരുന്ന സമയത്ത് എല്ലാവരും, കാരണം കൈ കൊടുക്കാൻ മാത്രമേ ഞങ്ങൾ കൂടിയുള്ളൂ. എല്ലാവരും ഞങ്ങൾ ക്ഷയിക്കേണ്ടി വന്നു. എല്ലാവരും ഞങ്ങളോട് ഭയങ്കര സ്നേഹം കാണിച്ചു. ലവ് യു ഓൾ ഗൈസ്. എടുത്ത് പറയാൻ എന്താ, നമ്മളെ പിള്ളേരിതാ അവിടെ വരാൻ അറിയില്ല. ലോറി ഡ്രൈവേഴ്സ് മുക്കത്തോടെ ചീറിപ്പാഞ്ഞ് കുട്ടികളുടെ ഹരം ഡ്രൈവർ മുതൽ നാണം വരുന്നുണ്ട്. അപ്പോൾ ലവ് യു ഗൈസ്. അപ്പോൾ എൻ്റെ ചെയ്യാണ് ഉണ്ണിയടാ, ഉണ്ണി എപ്പോഴാണുള്ളത്. എന്നാൽ ലവ് യു ഗൈസ്.